ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ പാർട്ടിക്ക് പങ്കൊന്നുമില്ലെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു CPM. എന്നാൽ പാർട്ടിയുടെ പ്രമുഖ നേതാവും മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റും പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായിരുന്ന, ഇപ്പോൾ അദ്ദേഹം ജില്ലാ കമ്മിറ്റി അംഗം മാത്രമാണ്, മുൻ MLA പത്മകുമാർ. പത്മകുമാറിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇതോടുകൂടി CPM പൂർണ്ണമായും വെട്ടിലായി എന്ന് പറയാം. കാരണം ഇതുവരെ ഏതോ ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ തലയിൽ ഇട്ട് കൊടുക്കുകയായിരുന്നു CPM ചെയ്തത്. അതിനുശേഷമാണ് CPMന്റെ അടുത്ത ആളും ദേവസ്വം കമ്മീഷണറും ദേവസ്വം ബോർഡ് പ്രസിഡന്റും ഒക്കെ ആയിരുന്ന N. വാസുവിനെ അറസ്റ്റ് ചെയ്തത്. അങ്ങനെ അതേപോലെ തന്നെ മറ്റു പല പ്രമുഖരും അറസ്റ്റിലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ക്ഷേത്രമാണ് ശബരിമല ക്ഷേത്രം. അല്ലെങ്കിൽ ശബരിമല ക്ഷേത്രം കൊണ്ടാണ് കേരളത്തിലെ മറ്റ് ക്ഷേത്രങ്ങൾ നിലനിന്നു പോകുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. അത്രയ്ക്കും വരുമാനം ലക്ഷക്കണക്കിന് പേർ വരുന്ന ശബരിമല ക്ഷേത്രത്തിൽ നിന്നുണ്ടാവുന്നുണ്ട്. ഈ വരുമാനമൊക്കെ തങ്ങളുടെ കൈപ്പിടിയിൽ ഒതുക്കി വെച്ചിരിക്കുകയാണ് സർക്കാരും ദേവസ്വം ബോർഡും ഒക്കെ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രധാനപ്പെട്ട വരുമാനം തന്നെ ശബരിമല ദേവസ്വമാണ്. അപ്പം ഇന്നിപ്പോ നമുക്ക് കാണാൻ കഴിയും, ശബരിമലയിൽ 10,000-കണക്കിന് ഭക്തർ വന്നു, പലർക്കും തിരിച്ചു പോകേണ്ടി വരികയാണ്, അല്ലെങ്കിൽ അവർക്ക് ദർശനം കിട്ടുന്നില്ല. അത്രയും തിരക്കുണ്ട്. ആ ഒരു തിരക്കിനെ മാനേജ് ചെയ്യാനുള്ള സംവിധാനങ്ങളൊന്നും തന്നെ, വളരെ കാര്യക്ഷമമായ സംവിധാനങ്ങളൊന്നും തന്നെ സർക്കാർ മുൻകൂട്ടി ചെയ്തില്ല എന്നുള്ളതാണ് അവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം. ഹൈക്കോടതിയും അത് പറഞ്ഞിരുന്നു. ഒരു 6 മാസം മുമ്പ് തന്നെയെങ്കിലും നിങ്ങൾ തയ്യാറെടുപ്പുകൾ തുടങ്ങേണ്ടിയിരുന്നു എന്നാണ് പറഞ്ഞത്. അങ്ങനെ കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ, അല്ലെങ്കിൽ ജനങ്ങളുടെ വൈകാരികമായി ജനങ്ങൾ കാണുന്ന ശബരിമല ക്ഷേത്രത്തെ, ആ ക്ഷേത്രത്തെ കൊള്ളയടിക്കുകയാണ് ആര് ചെയ്തിരിക്കുന്നത്? അവിടുത്തെ ഭരണാധികാരികൾ ചെയ്തിരിക്കുന്നത്. അതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഇനിയിപ്പോ CPMന് ഒഴിഞ്ഞു മാറാൻ പറ്റാത്ത അവസ്ഥ വന്നിരിക്കുകയാണ്. ഈ പത്മകുമാർ എന്ന് പറയുന്ന ആളുടെ ബന്ധം തന്നെ, ശബരിമലയായിട്ടുള്ള ബന്ധം എന്തുകൊണ്ടാണ്? CPM വഴിയാണ് അദ്ദേഹത്തിന് ശബരിമലയായിട്ടുള്ള ബന്ധം ഉണ്ടാവുന്നത്. വാസുവിന് എന്നെങ്ങനെയാണ് ബന്ധം? CPM വഴിയാണ് ശബരിമലയായിട്ട് ബന്ധം ഉണ്ടാകുന്നത്. അപ്പം അങ്ങനെ ശബരിമല പിടിച്ചെടുക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ദേവസ്വങ്ങൾ പിടിച്ചെടുക്കാൻ വേണ്ടി CPM പറഞ്ഞു വിട്ട ആളുകൾ തന്നെ അവിടെ വിശ്വാസികൾക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുന്നതിന് പകരം, അല്ലെങ്കിൽ ക്ഷേത്രത്തിലെ ദൈനംദിന കാര്യങ്ങൾ നന്നായി നടത്തുന്നതിന് പകരം, അല്ലെങ്കിൽ മറ്റ് ക്ഷേത്രങ്ങളിലൊക്കെ കാര്യങ്ങളൊക്കെ ഭംഗിയായി നടത്തുന്നതിന് പകരം കട്ടുമുടിക്കുകയായിരുന്നു അവർ ചെയ്തത് എന്നുള്ളത് വ്യക്തമായിരിക്കുകയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതിലേറ്റവും രസകരമായ കാര്യം, 2 മുൻ പ്രസിഡന്റുമാരായിട്ടുള്ള, അതായത് പത്മകുമാറും N. വാസുവും പരസ്പര വിരുദ്ധമായ മൊഴികളാണ് കൊടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ പരസ്പരം ആക്രമിക്കുന്ന രീതിയിലാണ്, പരസ്പരം കുറ്റപ്പെടുത്തുന്ന രീതിയിലാണ് ഇവരൊക്കെ മൊഴി കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് കാര്യം. ഒരു കേസ് തന്നെ എടുത്ത് നോക്കുകയാണെങ്കിൽ, ഈ സ്വർണം പൂശുന്ന, കട്ടെളുപ്പാളി സ്വർണം പൂശുന്നത് സംബന്ധിച്ച് ഒരു ഫയല് വരുന്നു. അപ്പം ഇതിനകത്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന പത്മകുമാർ പറയുന്ന എന്താണ്? കമ്മീഷണറായിരുന്ന വാസു, അയാൾ പിന്നീട് പ്രസിഡന്റായി, ഈ കമ്മീഷണറായിരുന്ന വാസുവാണ് ഞങ്ങൾക്ക് ഇത് തന്നിരിക്കുന്നത്, ഞങ്ങൾ അതിനകത്ത് തീരുമാനം കൊടുത്തു. അപ്പൊ ഇതൊക്കെ ഉദ്യോഗസ്ഥന്മാർ പരിശോധിച്ച കാര്യങ്ങളാണ്. പക്ഷെ വാസു പറയുന്ന എന്താണ്? ഒരാളൊരു എക്സിക്യൂട്ടീവ് ഓഫീസർ ഒരു ഇത് തന്നു, ഞാനത് ദേവസ്വം ബോർഡിന് കൊടുത്തു. പക്ഷെ ദേവസ്വം ബോർഡ് അദ്ദേഹം ഇത് അയച്ച ആളുമായിട്ട് വളരെ ബന്ധത്തിലുള്ള, ഉണ്ണികൃഷ്ണൻ പോറ്റിയായിട്ട് വളരെ നല്ല ബന്ധമുള്ളതുകൊണ്ട് അത് പെട്ടെന്ന് തന്നെ ചെയ്തു കൊടുത്തു എന്നാ പറയുന്നത്. അപ്പോൾ ഇതിലെ ഏറ്റവും വലിയൊരു കളിക്കാരൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പൊ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണ്ടി എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്തു കൊടുത്തതിൽ വാസുവുണ്ട്, അങ്ങനെയുള്ള ആളുകളുണ്ട്, അതേപോലെ പത്മകുമാറുണ്ട്. പത്മകുമാറാണെങ്കിൽ പത്മകുമാറിന്റെ പ്രസിഡന്റ് എന്ന നിലയിൽ അദ്ദേഹം താമസിക്കുന്ന, അദ്ദേഹത്തിന് സന്നിധാനത്ത് ഒരുക്കിയിരിക്കുന്ന താമസ സംവിധാനമൊക്കെ അദ്ദേഹം ഇല്ലെങ്കിലും ഉപയോഗിച്ചിരുന്ന ആരാണ്? ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ഇതൊക്കെ ചെയ്തിരുന്നത്. അപ്പൊ ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ചെമ്പ് സ്വർണമാവുന്നു, സ്വർണം ചെമ്പാവുന്നു. എന്തൊരു കാര്യമാണ്! കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ തങ്ങൾക്ക് ദൈവത്തിലൊന്നും വിശ്വാസമില്ല എന്ന് പറയുന്ന ആളുകൾ തന്നെ രാഷ്ട്രീയ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ക്ഷേത്രങ്ങളിലൊക്കെ കയ്യേറുന്നു. ആ ക്ഷേത്രങ്ങൾ അവർ നന്നാക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ വിശ്വാസികളുടെ വികാരത്തിനനുസരിച്ച് നിലപാടെടുക്കുകയായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ അവരെന്താ ചെയ്യുന്നത്? എല്ലാം കട്ടുകൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കോടികൾ, ചെറിയ കക്കലൊന്നുമില്ല, കോടികളാണ് അവർ കട്ടുകൊണ്ടുപോകുന്നത്. അപ്പൊ കേരളം മുഴുവൻ അവർ സഹകരണ സംഘങ്ങളിലൂടെയൊക്കെ കക്കുന്നുണ്ട്. പക്ഷെ ഇപ്പൊ ഇവിടെ എന്താ ചെയ്യുന്നത്? കോടികൾ അടിച്ചു മാറ്റുകയാണ് CPM ചെയ്തിരിക്കുന്നത്. ഇനി അവർക്ക് വേറെ ആരുടെങ്കിലൊക്കെ തലയിൽ ഇത് ഒഴിവാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ മറ്റാരുടെങ്കിലും ചുമലിലാക്കിക്കൊണ്ട് അവർക്ക് ഇനി രക്ഷപ്പെടാൻ പറ്റില്ല.
കാരണം അവരുടെ പാർട്ടിയുടെ ഉന്നതരായ ആളുകളൊക്കെയാണ് ഇതിനകത്ത് ഇട്ടിരിക്കുന്നത്. ആരാണ് ഈ പത്മകുമാർ? പത്മകുമാർ എന്ന് പറയുന്നത് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന നേതാവായിരുന്നു. 30-35 വയസ്സാകുമ്പോൾ തന്നെ MLA ആളാണ് കോന്നിയിൽ നിന്ന്. അദ്ദേഹം ആരെ മാറ്റിയാണ് അദ്ദേഹത്തെ പ്രസിഡന്റ് ആക്കുന്നത്? നേരത്തെ കോൺഗ്രസ്സുകാരനായിരുന്ന ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് ഉണ്ടായിരുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ, ആ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് 3 കൊല്ലത്തെ കാലാവധി ഉണ്ടായിരുന്നു, പ്രയാർ ഗോപാലകൃഷ്ണൻ. ആ പ്രയാർ ഗോപാലകൃഷ്ണനെ മാറ്റാൻ വേണ്ടി ആ 3 കൊല്ലത്തെ കാലാവധിയിൽ ഭേദഗതി വരുത്തി പുതിയ ബില്ല് അവതരിപ്പിച്ച് 2 വർഷമാക്കി മാറ്റി അയാളെ പുറത്ത് ചാടിച്ചിട്ടാണ് ആരെ കൊണ്ടുവരുന്നത്? പിണറായിയുടെ ഏറ്റവും ഉറ്റ ആളായ പത്മകുമാറിനെ കൊണ്ടുവരുന്നത്. പിണറായി പത്മകുമാറിന്റെ ഏറ്റവും ഉറ്റ തോഴൻ എന്ന് പറയാൻ കാരണം CPIM-ലെ വിഭാഗീയത നടക്കുന്ന സമയത്ത്, അച്യുതാനന്ദനും പിണറായിയും തമ്മിലുള്ള ഗ്രൂപ്പ് പോരും നടക്കുന്ന സമയത്ത് അച്യുതാനന്ദന്റെ കൂടെ അതിശക്തമായിട്ട് എല്ലാവരും, അച്യുതാനന്ദന്റെ കൂടെ അനന്തഗോപനും ഒക്കെയുള്ള ആളുകളൊക്കെ അച്യുതാനന്ദന്റെ കൂടെ ശക്തമായി നിന്നിരുന്ന ജില്ലയാണ് പത്തനംതിട്ട. ആ പത്തനംതിട്ടയിൽ നിന്ന് പിണറായിയുടെ കൂടെ ഉണ്ടായിരുന്ന ഒരേ ഒരു നേതാവാണ് ആര്? പത്മകുമാർ. അപ്പൊ ആ പത്മകുമാർ പിണറായിയുടെ സ്വന്തക്കാരനാണ്. അപ്പൊ അതുകൊണ്ടാണ് പിണറായി ഒക്കെ ഇദ്ദേഹത്തെ രക്ഷിക്കേണ്ടി വരുന്നത്. ഇപ്പൊ പത്മകുമാർ പറയുന്നുണ്ട്, ദൈവതുല്യരായ ആളുകളൊക്കെ ഇതിനകത്ത് പെട്ടു, ഞാൻ എന്ത് ചെയ്യാൻ പറ്റും എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ആരാണ് ദൈവതുല്യൻ എന്നാണ് നമുക്കിനി അറിയേണ്ടത്. അത്രയും രൂക്ഷമായ പ്രതിസന്ധിയാണ് CPM നടത്തിയിരിക്കുന്നത്, അല്ലെങ്കിൽ അവർ ചെന്നുപെട്ടിരിക്കുന്നത്. കാരണം അവരുടെ യഥാർത്ഥ മുഖം ഇപ്പോൾ തുറന്നു കാണിക്കപ്പെടുകയായിരുന്നു. ഒരു കാലഘട്ടത്തിൽ അവരെന്താ ചെയ്തത്? ശബരിമലയിലെ വിശ്വാസങ്ങളെയൊക്കെ ഹനിക്കാൻ വേണ്ടി അവരെന്ത് ചെയ്തു? അവര് മനഃപൂർവ്വം ആളുകളെ, യുവതികൾ എന്ന പേരിൽ ആളുകളൊക്കെ, അവിശ്വാസികളായിട്ടുള്ള ആളുകളെ, പുറത്തുനിന്നുള്ള ആളുകളെയൊക്കെ തന്നെ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് അവിടെ കയറ്റുകയായിരുന്നു ചെയ്തിരുന്നത്. സുപ്രീം കോടതി നിർബന്ധിച്ച് സ്ത്രീകളെ കയറ്റണം എന്നല്ല പറഞ്ഞിരുന്നത്. അത് തന്നെ ഇപ്പോൾ കോടതിയിൽ പരിഗണനയ്ക്കിരിക്കുന്ന ഒരു വിഷയമാണ്. പക്ഷെ എന്താ ചെയ്തിരിക്കുന്നത്? അവര് വിശ്വാസികളുടെ വികാരത്തെ വ്രണപ്പെടുത്താൻ വേണ്ടി കുറെ ആളുകളെ അവര് തന്ത്രപൂർവ്വം അങ്ങോട്ട് കൊണ്ടുപോയായിരുന്നു ചെയ്തിരുന്നത്. അങ്ങനെ പരമാവധി വിശ്വാസികളെ കളിയാക്കുക. സ്വരാജ് പോലത്തെ, സ്വരാജിനെ പോലെയുള്ള CPM MLA-മാരൊക്കെ എന്താ ചെയ്തത്? പരമാവധി വിശ്വാസികളെ അപമാനിക്കുന്ന രീതിയിലാണ് സംസാരിച്ചത്. സ്പീക്കർ ഷംസീറിനെ പോലത്തെ ആളുകളൊക്കെ തന്നെ വിശ്വാസത്തെ അപകീർത്തിപ്പെടുത്തുകയാണ് ചെയ്തത്. പക്ഷെ അങ്ങനെ ചെയ്തിരുന്ന ആളുകൾ ഇപ്പം അയ്യപ്പ സംഗമം നടത്തുന്നു, കോടിക്കണക്കിന് രൂപ ചെലവഴിക്കുന്നു, അതും സ്വന്തം ആളുകളെ കൊണ്ട് തന്നെ ചെലവഴിപ്പിക്കുന്നു, അവിടെയും അഴിമതി നടത്തുന്നു. അങ്ങനെ വിശ്വാസികളുടെ കൂടെയാണ് ഞങ്ങൾ എന്ന് പറയാം. ഒരു ഭാഗത്ത് വിശ്വാസികൾക്കെതിരായിട്ട് നിലപാടെടുക്കുക, എന്നിട്ട് കേരളം മുഴുവൻ മതിൽ കെട്ടുക, ബലം പ്രയോഗിച്ച് ആളുകളെ ഓടിക്കുക, ഭക്തന്മാർക്ക് നേരെ കർശനമായിട്ട് ലാത്തിച്ചാർജും ക്രൂരതകളൊക്കെ നടത്തുക. അങ്ങനെ ചെയ്തിരുന്ന ആളുകൾ ഇപ്പം അവരൊക്കെ ഇതിന്റെ മറവിൽ അവരൊക്കെ ചെയ്തിരുന്നത് സ്വർണം കക്കുകയാണെന്നുള്ള കാര്യം വ്യക്തമായിട്ട് വന്നിരിക്കുന്നു. ഇതൊന്നും കേന്ദ്ര CBI ഒന്നും അന്വേഷിച്ചെടുത്ത കാര്യമല്ല. ഇതൊക്കെ അന്വേഷിച്ചിരിക്കുന്നത് കേരളത്തിലെ പോലീസ് അന്വേഷണം. പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രി ആയിരിക്കുന്ന സമയത്ത്, പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് കേരള പോലീസ് അന്വേഷിച്ച് കണ്ടെത്തിയ കാര്യങ്ങളാണ് ഇതൊക്കെ. ഇനി CPM എന്ത് പറയാൻ പറ്റും? CPM ഒന്നും പറയാൻ പറ്റില്ല. CPM കേരളത്തിലെ വിശ്വാസികൾ അല്ലെങ്കിൽ സാധാരണക്കാരായ ആളുകളുടെ അവരുടെ ശാപവചനം ഏറ്റിരിക്കുകയാണ്. അത്രയും ഇനി CPM-ന് കേരളത്തിൽ രക്ഷപ്പെടാൻ പറ്റുമോ? 2026-ലെ കടമ്പ CPM-ന് കടക്കണമെങ്കിൽ അതൊരു വലിയ കടമ്പയായിരിക്കും. ഇനി എങ്ങനെ കടക്കാൻ പറ്റും? കാരണം അത്രയും ശക്തമായ എതിർപ്പാണ്. മറ്റെന്ത് പറഞ്ഞാലും അവർക്കൊക്കെ പിടിച്ചു നിൽക്കാമായിരുന്നു. പക്ഷേ ഒരു ശബരിമല പോലത്തെ ക്ഷേത്രത്തിലെ സ്വർണം കട്ടുകൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ ഇനി CPM-ന് കേരളത്തിലെ വോട്ടർമാരെ അഭിമുഖീകരിക്കാൻ കഴിയുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയർത്തപ്പെടുന്നത്.